സ്തോത്രം. സകലതും ദൈവത്താൽ സാധ്യം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, സകലതും ദൈവത്താൽ സാധ്യം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ കാണുന്നെങ്കിൽ അല്പം കുസൃതിയായി നമുക്ക് ഇപ്രകാരം കുസൃതിയായി നമുക്ക് പറയാൻ കഴിയും. അപ്പച്ച ഒരു രഹസ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പച്ച ഒരു രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു, നിനക്കെന്നെ തള്ളിക്കളവാൻ കഴിയത്തില്ല. ബാക്കി എല്ലാം അങ്ങേയാൽ കഴിയും, പക്ഷേ നിനക്കെന്നെ തള്ളിക്കളവാൻ കഴിയത്തില്ല. കാരണം കള്ളം പറയാത്ത കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ തള്ളിക്കളയുകയുമില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുമില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുമില്ല, ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയത്തുമില്ല. തള്ളിക്കളയാത്ത കർത്താവിനെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മാറുന്ന ലോകത്ത്, മറക്കുന്ന ലോകത്ത്, തകർക്കുന്ന ലോകത്ത് ഒരിക്കലും മറക്കാത്തവനായ ദൈവം. പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എന്റെ ദൈവം നിന്നെ വിട്ട് മാറുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവം. ദൈവം ദൈവം മനുഷ്യന്റെ കാര്യം എനിക്കറിയത്തില്ല. ദൈവം മനുഷ്യനെ പലപ്പോഴും നമ്പാൻ കഴിയത്തില്ല. മനുഷ്യനല്ല ദൈവം. ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയൊന്നുമില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നുമില്ല. എന്നാൽ അതേ സമയത്ത് മനസ്സിലാക്കണമേ പ്രിയ സഹോദരങ്ങളെ, തിരസ്കരണം, റിജക്ഷൻ എന്ന് പറയുന്നത് സാത്താന്റെ ഏറ്റവും ശക്തിയേറിയ, ഒരുപക്ഷെ ഏറ്റവും മൂർച്ചയേറിയ ഒരായുധമാണ് തിരസ്കരണം എന്ന് പറയുന്നത്. തിരസ്കരണം നിങ്ങളെ ഇഞ്ചായി കൊന്നുകൊണ്ട് ഇരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ സ്തോത്രം ലക്ഷക്കണക്കിന് കോശങ്ങളുണ്ട് എങ്കിൽ കോശമായി നാളുകളെടുത്ത് സമയമെടുത്ത് തിരസ്കരണം നിന്നെ വേദനിപ്പിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഓരോ സെക്കൻഡ് ഓരോ സമയത്തും വേദനിപ്പിച്ച് നിന്നെ കൊന്നുകൊണ്ട് ഇരിക്കും. ഇന്ന് ഈ വെബ് സ്ട്രീം കാണുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഈ റൂമിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വലിയ ക്രോസിംഗ് ത്രൂ എ റിജക്ഷൻ, ഒരു വ്യഥയിലൂടെ, ഒരു തിരസ്കരണത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തല മുതൽ പാദം വരെയുള്ള ഓരോ കോശങ്ങളിലും വേദന വേദനിച്ച് സ്തോത്രം നിങ്ങൾ ചത്ത് ജീവിക്കുകയാണ്. എന്നാൽ സ്തോത്രം മനസ്സിലാക്കണമേ, അതൊരിക്കലും മനുഷ്യന്റെ ആയുധമല്ല. സ്തോത്രം ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സാത്താൻ അവരെ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നു. അവർ സാത്താന്റെ ഉപകരണങ്ങൾ ആയിത്തീരുന്നു. സ്തോത്രം അതൊരു സ്തോത്രം പിശാചിന്റെ സ്തോത്രം അതേ ആയുധം തന്നെയാണ്. റിജക്ഷൻ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ തിരസ്കരണം എന്ന് പറയുന്നത് അനാഥത്വമാണ്. എങ്ങനെ അനാഥത്വം എന്ന് പറയാൻ തക്കുന്ന കഴിയും? പിതാവായ ദൈവവും നമ്മളും തമ്മിലുള്ളതായ ബന്ധത്തിന്റെ അനാഥത്വമാണ് സ്തോത്രം അതേ റിജക്ഷൻ, അതേ തിരസ്കരണം എന്ന് പറയുന്നത് അനാഥത്വമാണ്. ദൈവത്തെ ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് ആദം സ്തോത്രം അതേ ഹൗവ ദമ്പതികൾ തിരസ്കരിച്ചപ്പോൾ പിതാവ് എന്നുള്ള പദവിയിൽ നിന്ന് ദൈവം തിരസ്കരിക്കപ്പെട്ടു. പാപം ചെയ്തതോടെ ആദാം സ്തോത്രം ഹൗവ ദമ്പതികൾ ദൈവമായ ബന്ധത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അനാഥത്വത്തിൽ ആയിത്തീർന്നു. നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു അതെങ്ങനെ പറയാൻ കൊണ്ട് കഴിയും? അതുകൊണ്ടാണ് യേശു കർത്താവ് ആ അനാഥത്വത്തിൽ നിന്നാണ് നിലവിളിക്കുന്നത്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താ പറഞ്ഞേ? എന്റെ ദൈവമേ. കഴിഞ്ഞ 33 വർഷം അതുവരെയും പിതാവായ ദൈവത്തെ എന്റെ പിതാവേ എന്നാണ് കർത്താവ് വിളിച്ചത്. എന്റെ പിതാവേ. 12 വയസ്സിൽ ദേവാലയത്തിൽ ഇരുന്നപ്പോഴും പറയുന്നത്, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ? 12 വയസ്സ് മുതൽ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. സ്തോത്രം അലിഞ്ഞു ചേർന്നിരിക്കുന്നതായ ഒരു ലായനി എന്നതുപോലെ സ്തോത്രം പിതാവായ ദൈവത്തോടവൻ ചേർന്നിരുന്നു. സ്തോത്രം എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും പിതാവ്, പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. സ്തോത്രം ജനം നോക്കുമ്പോൾ ഈ വചനം എന്റേതല്ല, എന്റെ പിതാവിൻ്റെതത്രേ. പ്രവൃത്തി നോക്കി വിസ്മയിച്ച ജനത്തിന്റെ നടുവിൽ ഈ പ്രവൃത്തി എന്റേതല്ല, എന്റെ പിതാവിൻ്റെതത്രേ. രഹസ്യത്തിലും പരസ്യത്തിലും വലിയ കൂട്ടത്തിലും ചെറിയ കൂട്ടത്തിലും എന്റെ പിതാവ്. അതിനുശേഷവും ക്രൂശിൽ വെച്ച് പിതാവെ തൃക്കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു. ഉയർപ്പിനു ശേഷവും സ്തോത്രം ഉയരത്തിന്റെ ശക്തി പിതാവ് നിങ്ങളുടെ മേൽ അയക്കും. അതിനു മുൻപും അതിനുശേഷവും 100 കണക്കിന്, 1000 10,000 പ്രാവശ്യം എന്റെ പിതാവേ എന്ന് പറഞ്ഞവൻ അവിടെ മാത്രം എന്റെ ദൈവമേ എന്ന് നിലവിളിക്കുകയാണ്. യെശയ്യാ 49:14 പറയുന്നു, ശേഷം മനുഷ്യരാകുന്ന നമ്മളാണ് ദൈവത്തെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് റിജക്ഷനിലൂടെ നിങ്ങൾ പോകുമ്പോൾ, ഒരു തിരസ്കരണത്തിലൂടെ പോകുമ്പോൾ അവിടെ അനാഥത്വമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത് നിമിത്തം ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഞാൻ അകത്ത് വന്നാൽ ഞാൻ അവരോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്താൽ, നിന്റെ ജീവിതമാകുന്ന മുറിയിൽ നീ ഒറ്റയ്ക്കല്ല, സകലതിനെയും ജീവിപ്പിക്കുന്ന കർത്താവ് നിന്നോട് കൂടെയുണ്ട്.
യെസ് ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ല. സ്തോത്രം. അതേ, ആത്മീയ അനാഥത്വങ്ങൾ വിട്ടുപോകുന്നു. കാരണം നീ ഒറ്റയ്ക്കല്ല. ഇമ്മാനുവേൽ, യഹോവ ശമ്മ, എന്നും കൂടെയിരിക്കുന്നവൻ. സ്തോത്രം. ഒരിക്കലും കൈവിടാത്ത കർത്താവ് നിന്നോട് കൂടെയുണ്ട്. മാത്രമല്ല സ്തോത്രം, റിജക്ഷൻ, സ്തോത്രം, തിരസ്കരണത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ മറ്റുള്ളവരെയും റിജക്ട് ചെയ്തിട്ടിരിക്കും, മറ്റുള്ളവരെയും തിരസ്കരിച്ചിട്ടിരിക്കുക. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ. അതേ, സ്തോത്രം, പാമ്പിന്റെ വാക്കകത്ത് ആ നാക്ക് കിടക്കാതെ ആ നാക്ക് ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നത് പോലെ ഏതെങ്കിലും സമയത്തിൽ പാമ്പിന്റെ ശീൽക്കാര ശബ്ദം പോലെ ബന്ധങ്ങളെ ആൾക്കാർ ഉടയ്ക്കുമ്പോൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, സ്തോത്രം, അത് തിരസ്കരണം ഉള്ളത് കൊണ്ടാണ് ഇവർ മറ്റുള്ളവരെയും തിരസ്കരിക്കുന്നത്. കാരണം ഉള്ളതല്ലേ കൊടുക്കത്തുള്ളൂ. ആരുമിണ്ടതില്ല. ഉള്ളതല്ലേ കൊടുക്കത്തുള്ളൂ. എവിടെയെങ്ങാണ്ട് പാസ്റ്റർമാര് ജനത്തെ ശപിക്കുന്നു എന്ന്, എവിടെയൊക്കെ പ്രവാചകന്മാർ ജനത്തെ ശപിക്കുന്നെന്ന്, ഞാൻ അവരെ നോക്കി ഇങ്ങനെ പറയും, ഇന്ന് പകൽക്കാലം എനിക്ക് ശപിക്കാനല്ല നിയോഗം, എനിക്ക് അനുഗ്രഹിക്കാനാണ് നിയോഗം. കാരണം ഉള്ളതല്ലേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഉള്ളതല്ലേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം മനസ്സിലാക്കണമേ, റിജക്ഷൻ ഉള്ളവർ സ്തോത്രം മറ്റുള്ളവരെ റിജക്ട് ചെയ്തിരിക്കും. തിരസ്കരണം അനുഭവിച്ചവർ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് അവർ സ്തോത്രം മുറിവേൽപ്പിച്ചു കൊണ്ടേ ഇരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം മറ്റുള്ളവരെ അവരെ തള്ളി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, അത് നിന്റെ ആത്മീയ ജീവിതത്തിന് വലിയ തടസ്സമാണ്. നിങ്ങൾ മണിക്കൂറോളം പ്രാർത്ഥിക്കുമായിരിക്കും, നിങ്ങൾ ഭയങ്കര വായിൽ ശബ്ദമിടുമായിരിക്കും, ഡസൻറ്റ് മാറ്റർ. പക്ഷേ ദൈവം നോക്കുന്നത് നിങ്ങളുടെ വായിലെ വാക്കുകളല്ല, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമെയുള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു. മനുഷ്യനെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആത്മീയമായി ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹൃദയത്തിൽ തിരസ്കരണം, അയ്യോ ഞാൻ തിരസ്കരിക്കപ്പെട്ടു, ദൈവം എന്നെ തിരസ്കരിച്ചു എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് കർത്താവ് പുറത്താണ്. സ്തോത്രം. ഞാൻ തിരസ്കരിക്കപ്പെട്ടു, എന്നെ ആർക്കും വേണ്ട, ഞാൻ മാത്രം പാവം, എനിക്ക് മാത്രം ഈ ഗതികേട് ഉണ്ടായി, ഞാൻ മാത്രം ഇങ്ങനെ കരഞ്ഞ് തകർന്ന് ഇങ്ങനെ നടക്കുന്നു തന്നെ എന്ന് തിരുവനന്തപുരം ഖമാൻ ഹല്ലേലൂയ എന്ന് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, സ്തോത്രം, അതേ ദൈവം നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് പുറത്താണ്. ഉദാഹരണമായി യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, 2 സഹോദരിമാർ, ഒരാൾ യേശുവിന്റെ പാദത്തിൽ ഇരുന്നവളാണ്, മറ്റേയാൾ സ്തോത്രം അതേ ചുറ്റും ജോലി ചെയ്ത് നടന്നവരാണ്. പക്ഷേ രണ്ടുപേരും ഒരേപോലെ ചിന്തിച്ച് വ്യത്യസ്ത സ്വഭാവമെങ്കിലും അവരുടെ ചിന്താഗതി ഒരേപോലെയായിരുന്നു. എങ്കിലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ സഹോദരൻ്റെ കാര്യത്തിന് വന്നില്ല. നമ്മളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ, എങ്കിലും കള്ള കർത്താവ് ഞങ്ങളുടെ സഹോദരൻ്റെ കാര്യത്തിന് വന്നില്ല. അവന് രോഗം വന്നപ്പോൾ യേശു വന്നില്ല, രോഗം കൂടിയപ്പോൾ യേശു വന്നില്ല. അവൻ മരിച്ചിട്ട് പോലും നാട്ടുകാരെല്ലാവരും വന്നു, പക്ഷെ യേശു മാത്രം വന്നില്ല. യേശു വന്നു എന്ന് കേട്ടപ്പോഴാണ് വന്നേച്ചു പോട്ടെ, അവൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ 2 സഹോദരിമാരും അവിടെ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് ഈ ഗതികേട് ഉണ്ടാക്കിയല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ, എല്ലാവരും എന്നെ തള്ളിയല്ലോ, എനിക്ക് മാത്രം ഈ ഗതികേട് വന്നല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ചിലർ മിണ്ടാതിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ കർത്താവ് എന്താ ചെയ്തത്? ബഥാന്യ ഗ്രാമത്തിന് പുറത്താണ് നിന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കർത്താവ് യേശു നിങ്ങളുടെ ഹൃദയത്തിൽ റിജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് പുറത്താണ്, നിന്റെ പരിധിക്ക് പുറത്താണ്, നിന്റെ പ്രവൃത്തിക്ക് പുറത്താണ്. നിന്റെ ജീവിതകാലം പുറമെ ഇങ്ങനെ ഇരുന്ന് തൊലയാതെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ടെ, സോറി കർത്താവേ, അങ്ങയ്ക്കൊരു സമയമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ ഇന്ന് പകല തിരിച്ചറിഞ്ഞത് സകലതും എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജനമേക്ക് തിന്മയ്ക്കായി ചെയ്യുമ്പോൾ അതിനെ നന്മയ്ക്കാക്കി ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, വിഷണ്ണ മനസ്സിനെ ഞാൻ മാറ്റിവെക്കുന്നു, പകരം സ്തുതി എന്ന മേലാട എടുക്കുന്നു. വിഷണ്ണ മനസ്സിനെ ഞാൻ കുടഞ്ഞു കളയുന്നു, പകരം സ്തുതി എന്ന മേലാട എടുക്കുന്നു. എൻ്റെ കർത്താവിന് തെറ്റ് പറ്റുകയില്ല. എൻ്റെ കർത്താവ് താമസിച്ചു വന്നുവെങ്കിൽ വേറെ ആരിലും വെളിപ്പെട്ടിട്ടില്ലാത്ത, വേറെ ഒരു കുടുംബത്തിലും കണ്ടിട്ടില്ലാത്ത പുതിയൊരു മഹത്വം എൻ്റെ ജീവിതത്തിലൂടെ പുറത്തെടുക്കുവാനുണ്ട്. ഖമാൻ, ആരോടാ ഞാൻ സംസാരിക്കുന്നത്? വേറെ ആരും വെളിപ്പെട്ടിട്ടില്ലാത്ത, ഒരു ബിസിനസ്സിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത, ഒരു കുടുംബത്തിൽ വെളിപ്പെട്ടിട്ടില്ല, ഒരു സഭയിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത എന്തോ വലുത് എന്നിലൂടെ പുറത്തു വരുവാൻ വേണ്ടിയാണ് പർപ്പസ്ലി അവൻ ലേറ്റായത്. വലിയ മഹത്വം എന്നിലൂടെ വെളിപ്പെടുവാൻ ആണ്. അതുകൊണ്ട് സ്തോത്രം, അതേ ഞാൻ മാത്രം ഈ ഗതി എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നെ പുറത്താണ്. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് വെൽക്കം ജീസസ്.
പറ വെൽക്കം ജീസസ്. സ്വാഗതം കർത്താവേ. എഴുന്നേൽക്കണമേ, എൻ്റെ ലാസകളെ എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ സ്തോത്രം ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ. സ്തോത്രം അവിശ്വാസത്തിന്റെ കല്ലുകളെ ഞാൻ മാറ്റുന്നു. കാരണം ഈ 12ാം മാസം എൻ്റെ മാസമാണ്. 12ാം മാസം ഇത് ലാമെന്റേഷന്റെ സമയമല്ല. ഇറ്റ്സ് എ സീസൺ ഓഫ് സെലിബ്രേഷൻ. ഓ ഹല്ലേലൂയ. ഇതൊരു ഉത്സവത്തിന്റെ സീസണാണ് എൻ്റെ ജീവിതത്തിൽ. ഇതൊരു ഉത്സവത്തിന്റെ മാസമാണ്. ഉത്സവത്തിന്റെ മാസമാണ് കർത്താവ്. കമാൻ, കൈയടിക്കുന്നത് നേരെ കൈയടിച്ച്. ഇതെൻ്റെ ഉത്സവത്തിൻ്റെ മാസമാണ് ഇൻ ജീസസ് നെയിം. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഞാൻ മാറ്റുന്നു. ഓ വെൽക്കം ജീസസ്. സ്തോത്രം. ഇതൊരു സ്പിരിറ്റാണ്. ഇതൊരു സ്തോത്രം. ഇതൊരു ആത്മാവാണ്. ഇതൊരു ആത്മാവാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഇതൊരു ദുരാത്മാവാണ്. പറഞ്ഞേ, ഇതൊരു ദുരാത്മാവാണ്. എന്നെ ശാസിച്ച് മാറ്റണം. എന്നെ തലോടല്ല. അയ്യോ ഞാൻ മാത്രം തള്ളി എന്ന് പറഞ്ഞാൽ അതിനെ തലോടല്ല. യേശുവിൻ്റെ നാമത്തിൽ വാ തുറന്നതിനെ ശാസിക്കുക. ഒരിക്കലും പല സ്പിരിറ്റ്, പല ദുരാത്മാവ് ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗിൽ, സൗഖ്യത്തിൻ്റെ സ്തോത്രം ആത്മാവിൽ ചലിക്കുന്നു എങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ സ്തോത്രം അതെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് രോഗശാന്തിയുടെ വരം മാത്രമല്ല, കൂടെ വിശ്വാസത്തിന്റെ വരമുണ്ടായിരിക്കും, വീര്യപ്രവൃത്തിയുടെ വരമുണ്ടായിരിക്കും. സ്തോത്രം. ഏറ്റവും കുറഞ്ഞത് വിശ്വാസവും വീര്യപ്രവൃത്തിയുമാണ് രോഗശാന്തി വരത്തിന്റെ കൂട്ടുകാരായി, കൂട്ടുവരങ്ങളായി നിൽക്കുന്നത്. ഒരു സഹോദരനെ നോക്കി ഞാൻ പ്രവചിക്കുന്നെങ്കിൽ വേർഡ് ഓഫ് നോളജ് ആൻഡ് വേർഡ് ഓഫ് വിസ്ഡം, സ്തോത്രം അതെ ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും കൂട്ടുകാരായി നിൽക്കും. ഒരു വരവും ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. സ്തോത്രം. ഒരു വരം ഒറ്റയ്ക്ക് നിൽക്കാതെ ചില വരങ്ങൾ കൂടെ ചേർന്ന് നിൽക്കുന്നത് പോലെ റിജക്ഷൻ, സ്തോത്രമാത്തെ തിരസ്കരണം ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. തിരസ്കരണത്തിനോട് കൂടെ കോപത്തിന്റെ ആത്മാവുണ്ടായിരിക്കും, ക്രോധത്തിന്റെ ആത്മാവുണ്ടായിരിക്കും, നിരാശയുടെ ആത്മാവ് തിരസ്കരണത്തിനോട് ചേർന്നുണ്ടായിരിക്കും. സ്തോത്രം. സൂയിസൈഡൽ സ്പിരിറ്റ്, ആത്മഹത്യയുടെ ആത്മാവ് ഒടുവിലായി അതിനോട് വന്നു ചേരുക. ഞാൻ തിരസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആരെ തള്ളിയാലും താങ്ങുന്ന ആണിപ്പടുത്തുള്ള ഒരു കരം നിനക്കായി ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാം നിരാശകൾ വിട്ടുപോകട്ടെ. എല്ലാ സ്തോത്രം മരണ ചിന്തകൾ മാറിപ്പോകട്ടെ. എല്ലാ നെഗറ്റിവിറ്റി മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് പകൽക്കാലം അത് പറവാനാണ് ഞാൻ വന്നത്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പിന്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ ഈ തിരഞ്ഞെടുപ്പിന്റെ ഓർഡർ സ്വർഗത്തിലെ ദൈവത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് നിനക്കായി പുറപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ മാസ്റ്റർ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഗോളി സെലക്ഷൻ ഓർഡർ, ദൈവം നിന്നെ തിരഞ്ഞെടുത്ത സെലക്ഷൻ ഓർഡർ പുറപ്പെട്ടിരിക്കുന്നു. ചുറ്റിരിക്കുന്ന 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പറ. കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ബൈബിളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, യേശു കർത്താവിന്റെ ജീവിതത്തിലും സ്തോത്രമൻ തിരസ്കരിക്കപ്പെട്ടവനാണ്. എല്ലാവരും സ്വീകരിക്കപ്പെട്ടവനല്ല. പകരം കർത്താവ് യേശു ക്രിസ്തു തിരസ്കരിക്കപ്പെട്ടവനാണ്. എന്നാൽ യേശുവിന്റെ റിജക്ഷൻ പലപ്പോഴും പ്രൊജക്ഷനും അത് പ്രൊമോഷനും ആയി തീർന്നു. ഞാൻ വീണ്ടും പറയും, യേശുവിന്റെ റിജക്ഷൻ പലപ്പോഴും ഉയർച്ചയും ഉന്നമനവുമായി തീർന്നെങ്കിൽ എർത്തിലി റിളത്തിൽ, മനുഷ്യ മണ്ഡലത്തിൽ നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും നിന്നെ തള്ളുമ്പോൾ അത് നിനക്കും ഉയർച്ചയാകാൻ പോകുന്നു, നിനക്കും അത് ഉന്നമനമാകാൻ വേണ്ടി പോകുന്നു. ഓ കമാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്തോ വിചാരിച്ചേ, അയ്യോ പാവം നിന്നെ തള്ളി എന്ന് പറയുന്ന നോ, ഞാൻ നെഗറ്റീവ് പറയാനല്ല വന്നത്. ഇന്ന് പകൽ മുതൽ യേശുവിന്റെ നാമത്തിൽ അടുത്തൊരു ഉയർച്ച ജീവിതങ്ങളിൽ ആരംഭിക്കട്ടെ. ഇന്ന് പകൽ മുതൽ അടുത്തൊരു ഉയർച്ച, അടുത്ത ഉയർച്ച, നെക്സ്റ്റ് ലെവൽ ഇന്ന് പകൽ മുതൽ ആരംഭിക്കട്ടെ. അടുത്തൊരു ഉന്നമനം ഇന്ന് പകൽ മുതൽ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കാരണം എൻ്റെ കർത്താവ് ഇന്നലെ പ്രവർത്തിച്ച് പെൻഷൻ പറ്റിയവനല്ല, നാളെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് നാളെ മറ്റൊരു സീസണ് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് സമയം കളയുന്നവനല്ല. ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിനക്കൊരു ഉയർച്ചയുണ്ട്. ഇന്ന് മുതൽ നിനക്കൊരു ഉന്നമനം ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ. കർത്താവ് യേശുവിന്റെ പല റിജക്ഷൻസും യേശുവിന്റെ അനുഭവിച്ച, യേശു കർത്താവ് കടന്നുപോയ പല തിരസ്കരണങ്ങളും അവന്റെ പ്രൊജക്ഷൻ ആയിരുന്നു, അവന് പ്രൊമോഷൻ ആയിരുന്നു. കഥ കേട്ടിരിക്കരുത്, നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിപ്പാൻ വേണ്ടി പോവുകയാണ്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, യേശു കർത്താവ് കടന്നുപോയതായി ഏറ്റവും കുറഞ്ഞത് 10 തിരസ്കരണങ്ങളാണ് ഇന്ന് പകൽ എണ്ണി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവാം ദൈവനോട് ആവശ്യപ്പെട്ടത്. ഞാനൊരു മാരത്തൺ പ്രീച്ചറാണ്. കർത്തൃമേശ നടത്താൻ മറന്നു പോകുന്ന
ഉറങ്ങുന്നെങ്കിൽ ആരെങ്കിലും എന്നെ ഓർമ്മിച്ചാട്ടെ. സ്തോത്രം. ഖമാൻ. ഹല്ലേലൂയ. സ്തോത്രം. കാരണം നിങ്ങൾ ഉറങ്ങിയിരുന്നാൽ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സന്തോഷമുണ്ടല്ലോ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. നമ്പർ 1, ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, നമ്മളെ പലരും ഉപേക്ഷിച്ചത് നമ്മളെ കണ്ടതിന് ശേഷമാണ്, നമ്മളെ പരിമാറിയതിന് ശേഷമാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ റിജക്ഷൻ സ്റ്റോറി ആരംഭിക്കുന്നത്, യേശു കർത്താവിൻ്റെ തിരസ്കരണത്തിൻ്റെ അനുഭവം ആരംഭിക്കുന്നത് അവനെ കണ്ടതിന് ശേഷമല്ല യേശുവിനെ തള്ളിയത്, യേശുവിനെ കാണുന്നതിന് മുൻപേ തള്ളി. ഒരിക്കൽ കൂടെ, യേശുവിനെ കണ്ടതിന് ശേഷമല്ല യേശുവിനെ തിരസ്കരിച്ചത്. സ്തോത്രം. യേശുവിനെ കാണുന്നതിന് മുൻപേ തിരസ്കരിച്ചു. യേശു ജനിച്ചതിന് ശേഷമല്ല തിരസ്കരണമെന്ന ആക്രമണം യേശുവിന് നേരെ സാത്താൻ സ്തോത്രം ഇളക്കിവിട്ടത്. സാത്താൻ ഇളക്കിവിട്ടത് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രസാദം എന്നുള്ളതായ ആ ക്വയറിൻ്റെ പാട്ട് കേട്ടപ്പോഴേ സാത്താൻ മനസ്സിലായി. സ്തോത്രം. സംതിങ് ഹാപ്പൻ. അതെ, ദൂതൻ ഇറങ്ങി മറിയെടുത്ത് സംസാരിച്ചപ്പോഴേ സാത്താൻ മനസ്സിലായി ഏതാണ്ട് സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. ദൂതൻ ഇറങ്ങി പറഞ്ഞു, കൃപ ലഭിച്ചപ്പോഴേ നിനക്ക് വന്ദനം. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഏതാണ്ട് നടക്കുന്നുണ്ട്, ഏതൊക്കെ ഉണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്തോത്രം സാത്താൻ യോസെഫിലൂടെ പ്രവർത്തിച്ചു. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് യോസെഫിന് മനസ്സിലാകൊണ്ടും മറിയയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. മറിയയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ സമയത്ത് മറിയ ഒറ്റയ്ക്കല്ല, മറിയയ്ക്ക് അകത്ത് ആ ശിശു കിടപ്പുണ്ട്. നിന്നെ ആരെങ്കിലും തള്ളിയെങ്കിൽ മനസ്സിലാക്കണം, വിശ്വാസിയെ, ദൈവദാസനെ, നിന്നെ ആരെങ്കിലും തള്ളിയെങ്കിൽ നിന്റെ പുറമെയുള്ളതായ മുഖം കണ്ടിട്ടല്ല അവർ തള്ളിയത്, നിന്റെ അകത്തിരിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ തള്ളിയത്. ഓ ഹല്ലേലൂയ. നീ ദൈവകൃപ പ്രാപിച്ച്, നീ അഭിഷേകം പ്രാപിച്ച്, ഒരു നിയോഗം പ്രാപിച്ച് കടന്നു വരുമ്പോൾ പഴയ ബന്ധുക്കൾ പുതിയ ശത്രുക്കളാകുന്നുവെങ്കിൽ, പഴയ ഫ്രണ്ട്സ് പുതിയ എനിമീസ് ആയി തീരുന്നെങ്കിൽ മനസ്സിലാക്കണം, സ്തോത്രം, നിന്റെ പുറമേ ഉള്ളതായ കാര്യം കണ്ടിട്ടല്ല ആ നാത്തൂനും ആ ചേച്ചിയും നിന്നെ തള്ളിയത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും. സ്തോത്രം. രണ്ടാമത്തെ റിജക്ഷൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് കുറേ നാളുകൾ മുന്നോട്ട് പോയി, 30 വർഷങ്ങൾ ഏകദേശം മുന്നോട്ട് പോയപ്പോഴേക്കും മരുഭൂമിയിൽ നിന്ന് അവൻ പുറത്തിറങ്ങിയാണ്. വിത്ത് ദ പവർ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ ഗലീലയ്ക്ക് ഇതാ മരുഭൂമിയിൽ നിന്ന് മടങ്ങി വന്ന് അവൻ സ്തോത്രം ദേവാലയത്തിൽ പ്രവേശിച്ചു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 29 വരെയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. സ്തോത്രം. യേശു കർത്താവ് അതെ അവരുടെ പള്ളിയിൽ പോയി പതിവ് പോലെ അവിടെ സ്തോത്രം വായിക്കേണ്ട ഒരു നേരമായി. യേശു വായിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, എൻ്റെ കർത്താവിന് തറയിൽ നിലത്ത് എഴുതുവാൻ അറിയാം, അവന് വായിക്കാനും അറിയാം. ഓ കമാൻ. ഹല്ലേലൂയ. അവൻ എഴുത്തും വായനയും അറിയാവുന്നുള്ള ദൈവമാണ്. ഓ കമാൻ. അവന് വിവരമില്ല, കേസല്ല. എൻ്റെ കർത്താവിന് എഴുതാനും അറിയാം, എൻ്റെ കർത്താവിന് വായിക്കാനും അറിയാം. അടുത്തിരിക്കുന്നവർ നോക്കി പറ, നല്ല കർത്താവ്. പെട്ടെന്ന് പറഞ്ഞാട് അവൻ നിലത്ത് എഴുതി. അവൻ സ്തോത്രം വായനക്കാരിൽ നിന്ന് യെശയ്യാ പ്രവചനം അവൻ വായിക്കാൻ തുടങ്ങി. യെശയ്യാ പ്രവചനം 3 ഭാഗമായിട്ടാണ് കാലത്ത് ചുരുളുകൾ എഴുതി സൂക്ഷിച്ചിരുന്നത്. കാരണം 1, 2 എത്ര അധ്യായമുണ്ട് യെശയ്യാ പ്രവചനം? പറ. യെശയ്യാ പ്രവചനം 88. സ്തോത്രം. 100 പ്രാവശ്യം. അടുത്ത ആഴ്ച വരുമ്പോൾ 66 അധ്യായം എന്ന് എംബോസിഷൻ എഴുതി കൊണ്ടുവരണം. ഈ പറഞ്ഞ പെണ്ണ് സ്തോത്രം 100 പ്രാവശ്യം എംബോസിഷൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ സ്തോത്രം അതേ പറയാവുന്നതാണ്. 66 അധ്യായമാണ് യെശയ്യാ പ്രവചനം. 3 ഭാഗമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ 3-ാമത്തെ ഭാഗം ആ പുസ്തകം സൂക്ഷിപ്പുകാരൻ കൊണ്ടുവന്ന് യേശുവിൻ്റെ മുൻപിൽ നിവർത്തിയപ്പോൾ യെശയ്യാ പ്രവചനം 61-ാം അധ്യായം. The Spirit of God is upon me. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിന്? കുലുങ്ങാനോ തുള്ളാനോ വൈബ്രേഷനും ഒരു കുളിരും അനുഭവിക്കാനോ? നോ. ഓ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതെ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. സ്തോത്രം എന്ന് തുടങ്ങി 9 കാര്യങ്ങൾ കർത്താവോടെ ഗംഭീരമായി വായിച്ചിട്ട് സ്തോത്രം യേശു പറഞ്ഞു, ഇന്ന് ഈ തിരുവചനത്തിന് സ്തോത്രം നിവർത്തി വന്നിരിക്കുന്നു. ഓ, ഇന്ന് തിരുവചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. തൊട്ട് താഴെ ഈ പ്രകാരം പറയുന്നു, സ്തോത്രം, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു. പള്ളിയിലുള്ള എല്ലാവരും അവനെ ഇങ്ങനെ എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു. ആരോ ഇന്ന് പകൽ കണ്ണട വെച്ചും വയ്ക്കാതെയും എന്നെ തുറിച്ചു നോക്കുന്നത് പോലെ സ്തോത്രം, അതെ, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു. എന്താ കാര്യം എന്നറിയോ? നിങ്ങൾ സിനഗോഗുകളിൽ പോകുമ്പോൾ അവിടെ ഒരു പ്രത്യേക കസേര ഇട്ടേക്കും. അവരുടെ ട്രഡീഷൻ ഇതാണ്, അവരുടെ പാരമ്പര്യം
പറഞ്ഞിരിക്കും, ഇതാണ് മെസ്സിഹ ഒരു ദിവസം വരും. മെസ്സിഹ ഒരു ദിവസം വരുമ്പോൾ ഈ കസേരയിൽ കയറിയിരിക്കും. എക്സാക്ട്ലി അന്ന് സംഭവിക്കുകയുണ്ടായി. നൂറ്റാണ്ടുകളായി ഒഴിഞ്ഞു കിടന്നതായ ആ കസേര അന്ന് നിറഞ്ഞു. സ്തോത്രം. ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഈസ് അപ്പോൺ മീ. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എടോ, ഞാനാണോ മെസ്സിഹ എന്ന് പറഞ്ഞ് യേശു ആ കസേരയിൽ ഇരുന്ന ആരെങ്കിലും എണീക്കണോ എന്ന് പറയുന്നെങ്കിൽ നോ, അങ്ങനെ എണീക്കാൻ പറ്റത്തില്ല. അവന് മാത്രമേ ഈ കസേരയിൽ ഇരിക്കാൻ അവകാശമുള്ളൂ. അവന് മാത്രമേ ഈ കസേരയിരിക്കാൻ അവകാശമുള്ളൂ. മെസ്സിഹ അനോയിന്റഡ് വൺ, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ടവന് കസേരയിൽ ഇരുന്നപ്പോൾ പള്ളിയിലിരുന്ന് എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ സ്തോത്രം പതിഞ്ഞിരുന്നു. 200-ലധികം പേർ അവിടെ കൂടിയിരുന്നു എന്നാണ് ജോസീഫസ് പറയുന്നത്. അന്ന് നാസറേത്തിൽ 400 പേരേ ഉള്ളൂ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ അന്ന്. സ്തോത്രം. 400 പേർ മാത്രമേ നാസറേത്തിലുള്ളൂ. ഓണങ്കെറ മൂല എന്ന് ആരോ പറയുന്നത് പോലെ, ഒരു പട്ടിക്കാട് നാരാണ്ട് തൃശ്ശൂരിന് അപ്പുറത്തുള്ളതായ ഒരു സ്ഥലത്ത് വിളിക്കുന്നത് പോലെ ഒരു നന്മയും വരാത്ത ഒരു സ്ഥലമായിരുന്നു സ്തോത്രം. അതെ, സ്തോത്രം. നാസറേത്ത് ഒരു നന്മയും വരാത്ത സ്ഥലം. ഒരു നന്മയും നാസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? 400 പേരേ ഉള്ളൂ. പക്ഷേ സ്തോത്രം 200-ലധികം പേർ അവിടെ സ്തോത്രം. അവൻ കസേരയിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് അവനെ എഴുന്നേൽപ്പിച്ച് അവനെ തള്ളി കൊണ്ടുപോയി. ഇതാ സ്തോത്രം. നാസറേത്തുകാര് അവനെ അവിടെ അടുത്തുള്ളതായ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓ സ്തോത്രം. ഇന്ന് നിങ്ങൾ നാസറേത്ത് വഴി യാത്ര ചെയ്യുമ്പോൾ ആ വളവെടുത്ത് ഹൈവേയിലൂടെ മുന്നോട്ട് വരുമ്പോൾ സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയും വലിയൊരു മല. ആ മലയുടെ ഉള്ളിലൂടെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിലൂടെയാണ് നിങ്ങൾ അപ്പുറത്തെ ടൗൺ ആകുന്ന കഫർനഹൂമിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നത്. സ്തോത്രം. ആ തുരങ്കത്തിലേക്ക് വണ്ടി പ്രവേശിക്കുന്നതിന് മുമ്പ് വിവരമുള്ള ഗൈഡാണെങ്കിൽ, അല്ലെങ്കിൽ ആ വണ്ടിയിൽ ബ്രദർ സുരേഷ് ബാബു ഉണ്ടെങ്കിൽ മൈക്കെടുത്ത് ഇപ്രകാരം പറയും, വലതുവശത്തേക്ക് നോക്ക്. വലതുവശത്തേക്ക് നോക്കുമ്പോൾ ഒരു താഴ്വര നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിന് ഏകദേശം 200 മീറ്ററിലധികം താഴ്ചയുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് 200-ലധികം പേർ ഇവിടെയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ തള്ളിക്കൊണ്ടുവന്ന് തലകീഴായി തള്ളിയിടുവാൻ വേണ്ടി ശ്രമിച്ചത്. നമ്പർ 2, രണ്ടാമത്തെ റിജക്ഷൻ. സ്വന്തം സ്ഥലം അവനെ തള്ളിക്കളഞ്ഞു. സ്വന്തം സ്ഥലം കർത്താവിനെ തള്ളിക്കളഞ്ഞു. സ്വന്തം സ്ഥലം കർത്താവിനെ തള്ളിയതുപോലെ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, ദേശങ്ങൾ നിന്നെ ഛർദ്ദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു ബൈബിളിൽ ഒരു വാക്യമാണ്, ചർച്ചിൽ നാറ്റമാണ്. ദേശത്ത് നിന്ന് നാറ്റ കേസായി നിന്നെ ഓടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നാറ്റ കേസായി ദേശാധിപതി ദേശത്തിൽ നിന്ന് നിന്നെ നാറ്റിപ്പിച്ച് ദേശത്തിൽ നിന്ന് ഓടിപ്പാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആ ലോക്കൽ അന്ധകാര ശക്തിയെ നോക്കി വിളിച്ചു പറഞ്ഞാട്ടെ, സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദേശത്ത് നീ ഓടിപ്പോകേണ്ടവല്ല, പകരം ദൈവം നിന്നെ ദേശത്ത് നടുകയാണ്. ദേശത്തെ ദൈവം നിങ്ങളെ നട്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ തലകുനിച്ച് കടം വാങ്ങി ഉള്ളതെല്ലാം വിറ്റ് പൈസയാക്കി ദേശത്തെ നിങ്ങൾ ഓടിപ്പോകുകയല്ല, പകരം യേശുവിൻ നാമത്തിൽ തല ഉയർത്തി നിങ്ങൾ ദേശക്കാരുടെ മധ്യത്തിൽ മാനിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. ദേശത്തെ നിങ്ങൾ പ്രാർത്ഥിപ്പാനായി തുടങ്ങിയെങ്കിൽ, ആരാധിപ്പാനായി തുടങ്ങിയെങ്കിൽ, ദേശക്കാരുടെ മുൻപിൽ പട്ടണക്കാരുടെ നടുവിൽ ദൈവമായ കർത്താവ് നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം എന്നെ മാനിക്കുന്നവനെ, ബാക്കി പറ, ഞാൻ മാനിക്കും എന്നാണ് ചെയ്ത ദൈവം. ദേശക്കാരുടെ മധ്യത്തിൽ ദൈവം നിന്റെ പേരിൽ മാനിക്കും. നാസറേത്ത് അന്നവനെ തള്ളി. പക്ഷേ ഇന്ന് നാസറേത്ത് ഒത്തിരി പ്രസിദ്ധമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയോ സ്തോത്രമതെ മുസോളിനിയുടെയോ പ്ലേറ്റോയുടെയോ സോക്രട്ടീസിൻ്റെയോ മറ്റേതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുടെയോ ഡോക്ടറുടെയോ MLAയുടെയോ MPയുടെയോ പേരിലല്ല നാസറേത്ത് പ്രസിദ്ധമായത്. നാസറേത്ത് പ്രസിദ്ധമായത് നസ്രയനായ ആരാ പറഞ്ഞേ? നസ്രയനായ യേശുവിന്റെ നാമത്തിലാണ് നാസറേത്ത് പ്രസിദ്ധമായത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ പറയട്ടെ, ഏത് ദേശമാണോ നിന്നെ ഛർദ്ദിച്ചു കളയുമെന്ന് പറയുന്നത്, ഏത് ദേശമാണോ നിന്നെ തകർത്ത് നിന്നെ ഓടിച്ചു കളയുമെന്ന് പറയുന്നത്, ആ ദേശം പ്രസിദ്ധമാകുന്നത് അവിടെ MPയുടെയോ MLAയുടെയോ പേരിൽ അല്ല. നിന്റെ അഭിഷേകം ദേശത്തിന്റെ മുഖത്തെ തകർക്കുക. നിന്റെ അഭിഷേകം ആ ഗ്രാമത്തിന്റെ മുഖത്തെ തകർക്കും. നിന്റെ അഭിഷേകം ആ പട്ടണത്തിന്റെ മുഖത്തെ തകർക്കും. ഹല്ലേലൂയ. നസ്രേത്ത് ഇന്ന് ഒത്തിരി പ്രസിദ്ധമാണ്. സ്വർഗത്തിൽ പോയി നസ്രയനായ യേശു എന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം കോടാനുകോടി ദൂതന്മാർ നസ്രയനായ യേശു എന്ന് പറയുമ്പോൾ അവ ദൂതന്മാർ പറയും, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ട് ഭൂമിയിൽ വന്നിറങ്ങി, ഭൂമിയിൽ നിന്നിട്ട് നസ്രയനായ യേശു എന്ന് പറഞ്ഞാൽ അവിടെയും ഭൂതങ്ങൾ വിറയ്ക്കും, അവിടെ ക്യാൻസറുകൾ മറിയും,
അവിടെ കൊറോണ ഓടും, അവിടെ ബലഹീനതകൾ സ്തോത്രം അത് ബലമായി രൂപാന്തരപ്പെടും. നസ്രയനായ യേശു അനേക സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുറക്കുന്നു നസ്രയനായ യേശുവിന്റെ നാമം പറയുമ്പോൾ. നസ്രയനായ യേശുവിന്റെ നാമം പറയുമ്പോൾ സ്തോത്രം അതേ മൂവ്മെന്റും നാവുകൾ ഉല്ലസിക്കുന്നു, മുടന്തൻ മാനിനെ പോലെ ചാടുന്നു. ഇന്ന് പകലും ഈ സഭായോഗത്തിനെ കമോൺ ക്രൈസ്റ്റ് സെന്റർ എന്ന സംഘടനയുടെ നാമത്തിലല്ല, ഏതോ ദൈവദാസന്റെ നാമത്തിലല്ല, ഏതോ പാട്ടുകാരന്റെ നാമത്തിലല്ല, ആ നിർബന്ധിച്ച് വിളിച്ച കുടുംബത്തിന്റെയും വ്യക്തിയുടെയും നാമത്തിലല്ല, സകലം നാമത്തിന് മേലായ നസ്രയനായ യേശുവിന്റെ നാമം പറയുമ്പോൾ ഉടയേണ്ടത് ഉടയട്ടെ, നീങ്ങേണ്ടത് നീങ്ങട്ടെ, സൗഖ്യമാകേണ്ടത് സൗഖ്യമാകട്ടെ. ഈ ജനം ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് പകൽ വിടിവിക്കപ്പെടട്ടെ. കമാൻ, രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. പാതാളത്തിൽ നിങ്ങൾ പോയി നസ്രയനായ യേശുവിന്റെ നാമം പറയുമ്പോൾ ദുരാത്മാക്കൾ ചിതറുന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്. നസ്രയനായ യേശു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദേശത്തിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളെ അറിയാവുന്ന ദേശത്ത് സകലരും ആരും നിങ്ങളെ കുനിഞ്ഞല്ല നോക്കുവാൻ വേണ്ടി പോകുന്നത്. അവിടെ മുൻപിൽ തല ഉയർത്തി നിങ്ങൾ നോക്കുവാൻ വേണ്ടി പോകുന്നു. ഓ ഹല്ലേലൂയ. ആരെയോ നോക്കി പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നേരെ കേസ് കൊടുത്തവർ, അപവാദം പറഞ്ഞവർ, അതിരുമാന്തിയവർ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, നിന്റെ കുഞ്ഞിന്റെ വിവാഹം സ്തോത്രം മുടക്കിയവർ, എക്സെട്രാ എക്സെട്രാ എക്സെട്രാ, ആ തിന്മ ചെയ്തവർ തുടർന്നുള്ള ദിവസങ്ങൾ തല ഉയർത്തി പറയും, ഇത്രയും തിന്മ ചെയ്തിട്ടും ഇവനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൻ ഒറ്റയ്ക്കല്ല, ഇവനോട് കൂടെ ഇവന്റെ ദൈവമുണ്ട്. ഇവൻ്റെയോട് കൂടെ എൻ്റെ ദൈവമുണ്ട്. അവർ പറയും, ജീവിക്കുന്നെങ്കിൽ അവനെ പോലെ ജീവിക്കണം, വീട് വെക്കുന്നെങ്കിൽ അവനെ പോലെ വീട് വെക്കണം, ശുശ്രൂഷിക്കുന്നെങ്കിൽ അവനെ പോലെ ശുശ്രൂഷിക്കണം, മക്കളെ വളർത്തുന്നെങ്കിൽ അവനെ പോലെ വളർത്തണം, ജോലി ചെയ്യുന്നെങ്കിൽ അവനെ പോലെ അതേ ജോലി ചെയ്യണം. യെസ്, ആ ദേശത്തിന്റെ നടുവിൽ നീ ഒരു അനുഗ്രഹത്തിന്റെ അടയാളമാകാൻ പോകുന്ന, ഒരിക്കൽ കൂടി ആ ദേശത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ ആരാകാൻ പോകുന്നു? പറ, അനുഗ്രഹത്തിന്റെ അടയാളമാകാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹത്തിന്റെ അടയാളം. 3 പേര് നോക്കി പറഞ്ഞേ, ഞാൻ അനുഗ്രഹത്തിന്റെ അടയാളം. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹത്തിന്റെ അടയാളമാണ്. ആ ദേശക്കാർക്ക് നീ ഒരു മുൻമാതൃകയാകുവാൻ വേണ്ടി പോകുന്നു. നീ വാലല്ല, പകരം ദൈവകൃപയാൽ നീ തലയാകാൻ വേണ്ടി പോകുന്നു. തള്ളിയ നസ്രയത്തുകാരുടെ നടുവിൽ കർത്താവ് അത്ഭുതകരമായി സ്തോത്രം മാനിക്കപ്പെട്ടു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കുടുംബം അവനെ തള്ളി. സ്തോത്രം. കുടുംബം തള്ളി. യേശു കർത്താവിന് കുടുംബം ഒരിക്കലും ഫാൻസ് അസോസിയേഷൻ ആയിരുന്നില്ല. കുടുംബം കർത്താവായ യേശുവിനെ നോക്കി, നല്ല അത്ഭുതം, നല്ല പ്രസംഗം, അയ്യോ എന്തൊരു ടീച്ചിങ്, എന്തൊരു വചന വെളിപ്പാട് എന്നൊന്നും കുടുംബം പറഞ്ഞില്ല. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചതേയില്ല. യോഹന്നാൻ സുവിശേഷം 7:5, അവന്റെ കുടുംബക്കാർ അവനെ തള്ളി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ സ്നാനപ്പെട്ടതറിഞ്ഞ് നിങ്ങളുടെ പഴയ നാത്തൂനും പഴയ കൊച്ചപ്പന്റെ മോനും നിങ്ങളെ തള്ളിയോ? കുടുംബക്കാർ നിങ്ങളെ തള്ളിയോ? കുടുംബക്കാരും സ്വന്തം രക്തം നിങ്ങളെ തള്ളിയെങ്കിൽ തമ്പുരാൻ ഇന്ന് പകൽക്കാലം നിന്നെ എന്നെയും തള്ളിയതാണ്. നിന്നെയും തള്ളിയോ? സാരമില്ലെന്നേ. സ്തോത്രം. അവർ നിന്നെ തള്ളിയോ? നോ പ്രോബ്ലം. എന്നെയും അവർ തള്ളിയതാണ്. പക്ഷേ ഇന്നവർ തള്ളിയെങ്കിൽ നാളെ അവർ തിരിച്ചു കയറ്റുന്ന ഒരു സമയം കടന്നു വരുന്നു. യെസ്, നിന്റെ വീട്ടിൽ നിന്റെ ബന്ധുക്കളുടെ നടുവിൽ ചില പ്രത്യേക ശുശ്രൂഷകൾക്കായി ദൈവമായി കർത്താവ് നിന്നെ ഒരുക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയും. ബന്ധുക്കളുടെ നടുവിൽ, സ്വന്തക്കാരുടെ നടുവിൽ ചില പ്രത്യേക ശുശ്രൂഷകൾക്കായി നിന്റെ ബന്ധുക്കളുടെ നടുവിൽ, നിന്റെ സ്വന്തക്കാരുടെ നടുവിൽ, സ്തോത്രം, അതേ ഒരു ചില പ്രത്യേക ശുശ്രൂഷകൾക്കായി അവർ നിങ്ങളെ ഇതാ വിളിക്കുവാൻ വേണ്ടി പോകുന്നു. അവർ നിങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടി പോകുന്നു. അവരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം എന്താ? യോഹന്നാൻ സുവിശേഷം 7:5 സ്തോത്രം, എൻ്റെ സഹോദരന്മാരും അവനെ വിശ്വസിച്ചില്ല. ആ സഹോദരന്മാർ ഒരുവനായിരുന്നു വെളിപ്പാട് പുസ്തകത്തിന് തൊട്ടിപ്പുറത്ത് ഒറ്റ പേജിൽ സ്തോത്രം ഒരു ലേഖനം എഴുതിയ ഒരു യൂദ. അതിന് സ്തോത്രം വേറൊരു സഹോദരനായിരുന്നു. അതിന്റെ പേജുകൾക്ക് മുൻപ് മറ്റേ സ്തോത്രം അതേ ഒരു യാക്കോബ്. ഒരിക്കലും ചിന്തിക്കല്, ഇസഹാക്കിന്റെ മകൻ യോസെഫിന്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് പുതിയ നിയമത്തേക്ക് ഒരു ലേഖനം കൂടെ 5 അധ്യായത്തിൽ എഴുതി വെച്ചിട്ടാണ് പുള്ളി പോയെന്ന് ഒരിക്കലും പറയല്ല. സ്തോത്രം. അത് പഴയ നിയമത്തിലെ യാക്കോബ് അല്ല. ഈ യാക്കോബ് വേറെയാണ്. ഈ യാക്കോബ് സ്തോത്രം കർത്താവിന്റെ സഹോദരനായ യാക്കോബ്. പിന്നത്തേതിന് അവർ ശക്തന്മാരായ ദൈവത്തിന്റെ ദാസന്മാരായി. അവർ ശക്തന്മാരായ അപ്പോസ്തലന്മാരായി, അവർ ശക്തന്മാരായ പ്രാസംഗന്മാരായി. അതിൽ ഒരുവൻ യെരുശലേം ചർച്ചിന്റെ അധ്യക്ഷനായി. യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സ്തോത്രം ഇന്ന് പകൽക്കാല സന്തോഷത്തോടെ എൻ്റെ വീട്, ഭൂമിയിലെ എൻ്റെ വീട് മിഷണറി വീടാ.
ഭൂമിയിലെ എൻ്റെ വീട് എന്തോ വീടാ? പറ. സ്തോത്രം, മിഷണറി വീടാ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പുറത്തെ പ്രാർത്ഥന, അപ്പുറത്തെ TV, ഇപ്പുറത്തെ സ്തോത്രം അതെ ആരാധന, അപ്പുറത്തെ സ്തോത്രം അതെ എന്തോ കമ്പ്യൂട്ടർ ഗെയിംസ് നടക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ സകല ശല്യക്കാരൻ ഇസ്മേലിയ പിശാചം ആ വീടുകളിൽ നിന്ന് പുറത്തു പോകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പുറത്ത് ഉഷ്ണവും അപ്പുറത്ത് ശീതവും അല്ല, പകരം സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ, ഞാൻ ആവർത്തിക്കുന്നു, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ആ വീട്ടിലായിരിക്കുന്ന എല്ലാവരെയും ഒരേപോലെ കർത്താവിന്റെ പരിജ്ഞാനം നിറയുമാറാകട്ടെ. ആ വീട്ടിലുള്ള സകലരും രക്ഷിക്കപ്പെടട്ടെ. ആ വീട്ടിലുള്ള സകലരും സ്നാനപ്പെടട്ടെ. ആ വീട്ടിലുള്ള സകലരും ദൈവത്തിന്റെ കൃപയിലേക്ക് കടന്നു വരട്ടെ. ഡിസംബർ 31 തീരുന്നതിന് മുൻപ് ഒരു സർപ്രൈസ് ന്യൂസ്. ഓ ഹല്ലേലൂയ. നിന്റെ രക്തബന്ധത്തിൽപ്പെട്ടവരിൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്ന കമാൻ യേശുവിന്റെ നാമത്തിൽ മാത്രമല്ല, ഞാൻ പറയട്ടെ, ആ സ്തോത്രം കുടുംബം യേശുവിനെ തിരസ്കരിച്ചതാണ്. പക്ഷേ ആ ഭവനത്തിലുള്ളതായ സകലരും കർത്താവിനെ സേവിച്ചു എങ്കിൽ ഇൻ ജീസസ് നെയിം നിന്നെ തിരസ്കരിച്ചതായ ആ വീട്ടിൽ നിന്നും നീയും നിന്റെ ഭവനവും നിങ്ങൾ യേശുവിനെ സേവിപ്പാൻ വേണ്ടി പോകുന്നു. നീയും നിന്റെ ഭവനവും നിങ്ങൾ യേശുവിനെ സേവിപ്പാൻ വേണ്ടി പോകുന്നു. നിന്റെ അന്യഭാഷ അവർ കളിയാക്കി, നിന്റെ സ്നാനം കള്ളമെന്ന് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയെ അവർ മുടക്കി, നിന്റെ സ്തോത്രം ആത്മീയതയെ അവർ പരിഹസിച്ചു. പക്ഷെ യേശുവിന്റെ നാമത്തിൽ മരിച്ചുപോയ റെയ്നാർഡ് ബോങ്കെ ഉയർത്തെഴുന്നേറ്റല്ല അവിടെ കെട്ട് പൊട്ടുന്നത്. അമേരിക്കയിലിരിക്കുന്ന ബെന്നിഗിൻ വന്ന് സ്ലേൻ ഇൻ ദ സ്പിരിറ്റ് നടത്തുമ്പോഴല്ല അവന്റെ മുഖം തകരുന്നത്. പകരം ഇൻ ജീസസ് നെയിം നിന്റെ ശുശ്രൂഷയിലൂടെ നിന്റെ കുടുംബക്കാർ വിടുവിക്കപ്പെടുവാൻ പോകുന്നു. വേണമെന്നുള്ള ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ ശുശ്രൂഷയിലൂടെ നിന്റെ ഭവനക്കാർ വിടുവിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ.